സ്ത്രീ വിഷയത്തിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഒഴിച്ചാൽ പാപ്പൻ ഇപ്പോഴും പഴയ പാപ്പൻ തന്നെയാണ്. തൃശൂരിൽ KSRTC ബസ്സിൽ യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. വടകര സ്വദേശി സവാദാണ് അറസ്റ്റിലായത്. ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇവനെ മനസ്സിലായില്ലേ? ഓർമ്മ ഉണ്ടോ? നോക്കൂ, സൂക്ഷിച്ചു നോക്കൂ. ഓർമ്മ കിട്ടുന്നില്ല. സൈഡിലൊരു വീഡിയോ ഇവിടെ KSRTC ബസ്സിൽ യുവതിക്ക് നേരെ. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ. നൂല് കോർക്കാനായിട്ട് സൂചി എന്ന അതിൽ കൂടെ ഞാനേ കിടത്തൂലടാ. മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത്. 2023 സവാദ് സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു. പ്രധാന പ്രവർത്തന മേഖല ബസ്സിലായിരുന്നെങ്കിലും ഞാൻ ആ ടൈപ്പല്ല. നിന്റെ പഴയ ഉടായ്പ വേല വല്ല ഇവിടെ ഇറക്കിയ നിന്റെ സെന്റർ ബോൾട്ട് ഊരിയെടുത്തു പിടിച്ചു എന്നുള്ള നേരാ. പക്ഷെ ആണാണെന്ന് കരുതിയാ പിടിച്ചത്. അപ്പൊ ആണുങ്ങളെ കയറി പിടിക്കും. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോൾ സവാദിന് ഒരു വിഭാഗം സ്വീകരണം നൽകിയത് വലിയ വിവാദമായിരുന്നു. നീ ഒരു 2 ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട. എനിക്കിവിടെ 1-2 സ്വീകരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ ഞാൻ നിന്നെ വന്ന് കണ്ടോളാം. വെറുതെ എല്ലാ നാട്ടിലും പെരുകുന്നത് നല്ല പ്രോത്സാഹനമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു. അന്ന് ആ ലേഡി വന്ന് ഇവിടെ എത്ര വട്ടം അവര് പറഞ്ഞു അവർക്കുണ്ടായ അനുഭവം. അപ്പോഴൊക്കെ അവരുടെ ഡ്രസ്സ് നോക്കിയും അവരുടെ അങ്ങനെയാണ് ആ ലേഡി എല്ലാരും കൂടി ട്രീറ്റ് ചെയ്ത് വിട്ടത് അല്ലേ? നേരാണോ ഇതൊക്കെ? പിന്നെ ഇവനെയൊക്കെ വെടിവെക്കണം. അന്ന് എല്ലാവരും എന്നെ പുച്ഛിച്ചു. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്റെ കേസിനെ കുറിച്ചൊന്നും കൊറേ എന്റെ അമ്മ CM-ന് മെയിൽ അയച്ചു. കൊറേ അതിന്റെ പിന്നാലെ ഞങ്ങൾ ചോദിച്ചു നടന്നു. ബട്ട് ഒരു രീതിയിലും എനിക്ക് അതിനെ മുന്നിലോട്ടൊന്നും എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ, അത് വെറും ഓട്ടക്കലമാണ്. നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കലം. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. നാട്ടുകാരെ ബോധിപ്പിക്കുക, അല്ലാതെ ഗുണമൊന്നുമില്ല. നാട്ടുകാരെ ബോധിപ്പിക്കണം. ഇവനെ അന്ന് വെളുപ്പിക്കാനും ഇവനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പുണ്യപുരുഷൻ എന്ന് പറഞ്ഞു വന്ന കുറെ എണ്ണങ്ങളുണ്ടല്ലോ. നന്നായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ആ വീഡിയോയിൽ ഒരു നഗ്നതയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളെന്നല്ല ഈ നാട്ടിൽ ആരും കണ്ടിട്ടില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. വേണ്ട കൂടുതലൊന്നും പറയണ്ട. എന്തായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഒരു 10-35 പ്രേമം, 4 ചെറിയ പീഡനങ്ങൾ, ഇത്രയൊക്കെ നിന്ന് പ്രതീക്ഷിച്ചത് തെറ്റാടാ. ഒരു ബീക്കിരി പെണ്ണായിട്ട് ഗുസ്തി പിടിച്ചേന്.